കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യയെങ്കിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥനാധ്വനി ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് മീഡിയയുടെ ഈ ലൈവ് പേജിൽ ലൈവ് വീഡിയോയായി ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് തന്ന ഈ ഭാഗ്യകരമായ അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവ തിരുസന്നിധിയിൽ ഇപ്രകാരം ഒരുമിച്ച് ദൈവ തിരുവചന ചിന്തയോടുള്ള ബന്ധത്തിൽ ചിലവഴിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാധ്വനി എന്ന ഈ ആഗോള കൂട്ടായ്മയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. വിശേഷാൽ ഇതൊരു ദർശനമായി ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത് അനേകരെ പ്രാർത്ഥനയുടെ കുടക്കീഴിൽ ഒരുമിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയലിനെ ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തോട് ഒരുമിച്ച് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാൻ, ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൺവെൻഷനുകൾ, യോഗങ്ങളൊക്കെ അപ്രകാരം ദൈവ വചനത്തിൻ്റെ വ്യാപനത്തിനും അനേകരുടെ വിടുതലിനും ആശ്വാസത്തിനുമായി ഉപയോഗപ്പെടുന്നതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഈ രാത്രി യേശുക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിലുള്ള സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഇപ്രകാരം ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. കർത്താവിൻ്റെ ദാസനോട്, പ്രിയപ്പെട്ടവരോടൊക്കെ ഇങ്ങനെ ഏഴയായവന് ഒരു അവസരം തന്ന ആ സ്നേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. സർവകൃപാലുവായ ദൈവത്തിന് മുഴുമഹത്വവും പിന്നെയും അർപ്പിച്ചുകൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാസത്തെ നമ്മുടെ ചിന്താവിഷയം കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതാണല്ലോ. ജീസസ് കെയർസ് ഫോർ അസ്. അതിനോട് അനുബന്ധിച്ച് ദൈവതിരുവചനത്തിൽ നിന്ന് ഒരു ആധാരവാക്യം വായിച്ച് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ആധാരമായി വായിക്കുന്ന വാക്യം 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യമാണ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഈ വാക്യം ധ്യാനത്തിനായി ഞാൻ വായിക്കട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നു എന്ന് നമ്മളിവിടെ വായിച്ചു വരുമ്പോൾ യേശു കർത്താവിനെ കുറിച്ച് ഇതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ആ വാടാത്ത കിരീടം പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ ഒക്കെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കടമയാണ് തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവീൻ എന്ന ഒരു പ്രബോധനം അദ്ദേഹം അവിടെ നൽകുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം താൻ മനസ്സിലാക്കിയത്, ദൈവ തിരുവചനത്തിലൂടെ താൻ അറിഞ്ഞത്, താൻ ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. തുടർന്നുള്ള വാക്യമാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവം എങ്ങനെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയുടെ തുടർച്ചയായിട്ടാണ് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ദാസൻ്റെ മനസ്സിൽ വന്ന ചിന്ത, അല്ലെങ്കിൽ ആ വേദവാക്യം പഴയ നിയമത്തിൽ നിന്നുള്ളത് സങ്കീർത്തനം 55-ാമത്തെ വാക്യമാണല്ലോ. സങ്കീർത്തനം 55-ൻ്റെ
ഒരു വാക്യം ഇങ്ങനെയാണല്ലോ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ഭാരവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ, അവൻ നിങ്ങളെ പുലർത്തും എന്നുള്ളത് സങ്കീർത്തനം 55 വാക്യമാണ്. അതായിരിക്കാം ഒരു പക്ഷേ ദൈവദാസൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ദൈവ തിരുവചനം അദ്ദേഹം ഇവിടെ കോട്ട് ചെയ്തത്. ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ദൈവത്തിൻ്റെ വ്യക്തിപരവും ശ്രദ്ധാപൂർവമായ കരുതലിനെയാണ് ഇവിടെ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. ദൈവത്തിൻ്റെ കരുതൽ എന്നുള്ളത് തിരുവചനത്തിൽ ഉടനീളം കാണുന്ന മുഖ്യമായ ഒരു പ്രമേയമാണ്. കർത്താവും ആ ദൈവിക കരുതലിനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ആദ്യം നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളിൽ ഒന്നാണ് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതെന്ന് കർത്താവ് തമ്പുരാനും തൻ്റെ ഇഹലോക ശുശ്രൂഷ ആരംഭിക്കുന്ന അത് നാം തിരുവചനത്തിൽ കാണുന്ന മത്തായി 5, 6, 7 വാക്യങ്ങളിൽ വളരെ കൃത്യമായി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശേഷാൽ മത്തായി 6:25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ അത് വളരെ പ്രസക്തമായി കർത്താവ് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം തൻ്റെ സൃഷ്ടികൾക്കായി കരുതുന്നതിനെക്കുറിച്ച് അവിടെ കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നാം ആ ഭാഗത്തിലേക്ക് വരുന്നുണ്ട്. എങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഞാൻ ഓർപ്പിച്ച് പിന്നീട് ആ മത്തായി സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് കടന്നു വരാം. ദൈവം നമ്മെ അറിയുന്നു എന്നുള്ളതാണ് ഈ ചിന്തയുടെ ഏറ്റവും മൂലമായ ഒരു വിഷയം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികളുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും ആഴത്തിലുള്ളതുമായ ഒരു കരുതൽ ദൈവത്തിനുണ്ട്. ഈ കരുതൽ ഒരിക്കലും നിഷ്ക്രിയമല്ല, മറിച്ച് സജീവമാണ്. ദൈവം തൻ്റെ മക്കളുടെ ആവശ്യങ്ങളെക്കുറിച്ച് അടുത്തറിയുകയും അവയിൽ ഇടപെടുകയും ചെയ്യുന്ന സ്നേഹനിധിയായ ഒരു പിതാവായിട്ടാണ് കർത്താവ് പിതാവിനെ ചിത്രീകരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുതലിൻ്റെ വാഗ്ദാനം ആശ്വാസത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാണ്. കഷ്ടകാലങ്ങളിൽ തന്നിൽ ആശ്രയിക്കുവാൻ ഈ ചിന്തയും വിശ്വാസവും ദൈവമക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ആക്ച്വലി ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രതിഫലനം കൂടെയാണ് കർത്താവ് ഈ വാക്യങ്ങൾ നമ്മോട് പറയുമ്പോൾ അത് വരച്ചു കാണിക്കുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയും സ്നേഹവും വളരെ ഇവിടെ പ്രകടമാണ്. നാം ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം ആദ്യം എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ അതാണ് ഈ വാക്യത്തിൻ്റെ ആദ്യം കാണുന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ആകുല ചിന്തയോടുകൂടെ നമ്മുടെ വിശ്വാസവും ഒരുമിച്ച് പോവുകയില്ല. അതുകൊണ്ട് ആകുല ചിന്തകൾ നാം ഒഴിവാക്കിയാൽ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം കടന്നു ചെന്നാൽ ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പഠിപ്പിച്ച മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് തന്നെ ഞാൻ ഓടി വരികയാണ്. കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു തുടങ്ങുന്നു. മത്തായി 6:25 വാക്യം മുതലാണ് നാം ദൈവിക കരുതലിനെ കുറിച്ച് കാണുന്നതെങ്കിലും 24 വാക്യം കൂടെ ഞാനൊന്ന് വായിക്കുകയാണ്. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഈ വിഷയമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്ന ഒരു വാക്യമാണത്. പക്ഷേ അത് നാം വായിച്ചു വരുമ്പോൾ അതിന് ശരിക്കും ഒരു തുടർച്ചയുണ്ട് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 25 വാക്യം തുടങ്ങി ഇങ്ങനെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്?
വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ശ്രദ്ധിക്കുക, ഈ ഭാഗങ്ങളാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്നത്. അവരെ വിശ്വാസം പഠിപ്പിക്കുമ്പോൾ ദൈവം ആരാകുന്നുവെന്നും ദൈവം എങ്ങനെ നമ്മെ അറിയുന്നുവെന്നും കരുതുന്നുവെന്നും കർത്താവ് ശിഷ്യന്മാർക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. വളരെ വ്യക്തിപരമായിരുന്നു കർത്താവിൻ്റെ വചന ശുശ്രൂഷയും കർത്താവിൻ്റെ പഠിപ്പിക്കലുകളും. ഇവിടെ ശ്രദ്ധിക്കുക, 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മാമോൻ എന്നത് ധനത്തെ കുറിക്കുന്ന ഒരു വേദപുസ്തക ആലങ്കാരിക പദമാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ധനം ഒരു മനുഷ്യന് ഉണ്ട് എങ്കിൽ അവന് പ്രത്യേകമായ മറ്റൊരു വ്യക്തിയുടെ കരുതൽ ആവശ്യമില്ല, സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കഴിയുമെന്ന ഒരു ധാരണ പൊതുവെ മനുഷ്യനുണ്ട്. എന്നാൽ ധനം എത്ര വർദ്ധിച്ചാലും അതുകൊണ്ട് എത്ര ചമഞ്ഞ് മോടിയോടുകൂടെ നടന്നാലും ദൈവം വയലിലെ താമരയെ ഒരുക്കുന്നതിനേക്കാൾ ഒന്നും അത് വിശേഷതയുള്ളതാകുന്നില്ല എന്ന് കർത്താവ് വളരെ നർമ്മരസമായി തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ ശലോമോൻ എന്ന വ്യക്തി ധനത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെയൊക്കെ ഏറ്റവും പരകോടിയിൽ നിന്നിരുന്ന ഒരു മനുഷ്യനാണ്. ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ട് ആവശ്യമുള്ള വരം ചോദിച്ചു കൊള്ളുവാൻ ദൈവം തന്നോട് പറഞ്ഞപ്പോൾ ഈ ജനത്തെ ന്യായപാലനം ചെയ്യുവാനും അവരെ രാജാവായിരുന്ന് ഭരിക്കുവാനും ആവശ്യമായ ജ്ഞാനം തരണമെന്നാണ് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെങ്കിലും അതിനോട് ജ്ഞാനം മാത്രമല്ല ദൈവം കൂട്ടിയത്, സമ്പത്തും ഐശ്വര്യവും കീർത്തിയും എല്ലാം ദൈവം ശലോമോന് കൊടുത്തു. തൻ്റെ സമ്പത്തിൻ്റെയും ഭരണത്തിൻ്റെ പ്രശസ്തിയും കീർത്തിയുമൊക്കെ ദേശദേശാന്തരങ്ങളിൽ പടർന്നു. പക്ഷേ ധനം ലഭിച്ച ഒരു മനുഷ്യൻ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ധനം ലഭിച്ച ഒരു മനുഷ്യൻ, പ്രശസ്തി ലഭിച്ച ഒരു മനുഷ്യൻ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു കൊണ്ട് ഒരു മനുഷ്യന് ഈ ലോകത്തിൽ സമ്പാദിക്കുവാൻ കഴിയുന്നതെല്ലാം സമ്പാദിച്ച, അറിവും ജ്ഞാനവും ഒക്കെ വിദ്യാഭ്യാസവും ഒക്കെ സമ്പാദിച്ച ശലോമോനെ കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നത്, ആ ശലോമോൻ ഏറ്റവും മോടിയോടുകൂടെ വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ഏറ്റവും ആഡംബരത്തോടുകൂടെ ജീവിച്ച് കാണുമെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ വയലിൽ വളരുന്ന താമരയെ ദൈവം എങ്ങനെ ഉടുപ്പിക്കുന്നു, അതിനെത്ര മനോഹാരിത സ്വർഗത്തിൻ്റെ വീക്ഷണകോണിലുണ്ട്, ആ മനോഹാരിതയൊന്നും ശലോമോൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ദൈവത്തിന് സ്തോത്രം കർത്താവ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ചിന്തിക്കുന്നത് പോലെ ഈ ആകുല ചിന്തകൾ, എങ്ങനെ നാളത്തെ കാര്യങ്ങൾ കഴിയും, അല്ലെങ്കിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ ആ ചെലവ് ഞാൻ എങ്ങനെ മീറ്റ് ചെയ്യും എന്നൊക്കെയുള്ള ആകുല ചിന്തയോടുകൂടെ നടക്കാതെ ആ ആകുല ചിന്തകൾ ഒഴിവാക്കി അതിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വയലിലെ താമരയെ, ലില്ലീസ് ഓഫ് ദ വാലി അല്ലേ, വയലിലെ താമരയെ ദൈവം ചമയിക്കുന്നത് പോലെ നാം അറിയാതെ, നാം ആ വഴികൾ അറിയാതെ തന്നെ ദൈവം നമ്മുടെ ആകുല ചിന്തകളെ കവിയുന്ന ഒരു കരുതലോടുകൂടി നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകുമെന്ന് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ആദ്യ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ കർത്താവിൻ്റെ ദാസൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഇതേ കാര്യമാണ്. 3-ാം അധ്യായത്തിൽ പറയുന്നത്, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലക്ഷ്യം എന്താണ്, വ്യക്തിപരമായ ലക്ഷ്യം എന്താണ്, തൻ്റെ വിശ്വാസയാത്രയിൽ വ്യക്തിപരമായ ലക്ഷ്യം എന്താണ്. ആ ലക്ഷ്യമെന്ന് പറയുന്നത്
കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളതാണ് എന്ന് ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം കർത്താവിനെ അറിയുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായി കർത്താവിന് വേണ്ടി ഓടി നടന്ന അനേക കാര്യങ്ങൾ ചെയ്ത വ്യക്തികൾ ഒരുപക്ഷെ കർത്താവിൽ നിന്ന് അകന്നായിരിക്കാം സഞ്ചരിച്ചത്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് അവരെ തള്ളിപ്പറയുന്ന ഒരു അനുഭവം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആത്യന്തികമായി നമ്മളുടെ ശുശ്രൂഷകളെല്ലാം നിവർത്തിച്ചനന്തരം കർത്താവിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്കാണോ കേൾക്കേണ്ടി വരുന്നത് എന്നൊരു ഭീതി അല്ലെങ്കിൽ ഒരുപക്ഷെ അന്ന് ശിഷ്യന്മാരുടെ മനസ്സിനെ ഭരിച്ചിരിക്കാം. അതുകൊണ്ട് പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ കർത്താവിനെ അറിയുക, എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, പിമ്പിലുള്ളത് മറന്നും മുമ്പിലേക്കുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക എന്ന ചിന്ത താന് അവിടെ പങ്കുവെച്ച് അനന്തരം 4-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ 6-ാമത്തെ വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. യേശു കർത്താവിനെ അറിയുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് ഓടി അടുക്കുക എന്നുള്ളതാണ്. പിമ്പിലുള്ളത് മറന്നും മുമ്പിനുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശവും യേശു കർത്താവിനെ അറിയുക എന്നുള്ളതാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നാം വായിച്ച മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിലും നാം കാണുന്നുണ്ട്. സോ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് സ്വർഗീയമായ നിത്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ നിത്യജീവനെയാണ് നാം നമ്മുടെ ഈ ലോകത്തിലെ ഏത് കാര്യങ്ങളെക്കാളും നാം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ നാം അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ രാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുന്നതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യമായി നാം സെറ്റ് ചെയ്യുന്നതെങ്കിൽ നാം മറ്റ് ജീവനകാര്യങ്ങളെ ഓർത്തുകൊണ്ട് വ്യാകുലപ്പെടേണ്ടതായിട്ടില്ല. നമുക്ക് വേണ്ടി കരുതുവാൻ ദൈവം ഏറ്റവും വിശ്വസ്തനാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കാൻ അത്രേ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് ലഭിക്കും? നമ്മുടെ എല്ലാ ആകുല ചിന്തകളെയും അകറ്റി നമുക്ക് സന്തോഷവും സമാധാനവും തരുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നാം കർത്താവിനെ കൂടുതൽ പിൻപറ്റുവാൻ, കർത്താവിനായി അധ്വാനിക്കുവാൻ, കർത്താവിന് വേണ്ടി കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടി കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള ഊർജമാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത്. സോ രണ്ടാമത്തെ ചിന്ത, ഹല്ലേലൂയ, നമ്മൾ കർത്താവിൻ്റെ കരുതലുകളെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആകുലതകൾ മാറിപ്പോവുകയും ആ ആകുലതകളെ എടുത്തു മാറ്റുന്ന കർത്താവ് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി കൂടുതൽ ഓടുവാൻ നമ്മളെ ശക്തരാക്കുകയും ചെയ്യും എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ കർത്താവിൻ്റെ കരുതൽ എന്ന് പറയുന്നത് വളരെ പേഴ്സണലാണ്, വ്യക്തിപരമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ അറിയുന്നതും ദൈവം നമുക്കായി കരുതുന്നതും വളരെ പേഴ്സണലാണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. 14-ാമത്തെ വാക്യം, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. കണ്ടോ, ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. വ്യക്തിപരമായി കർത്താവ് നമ്മെ അറിയുന്നു, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. നാം ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ സ്വർഗസ്ഥ പിതാവ്. ആ നിലയിൽ കരുതുവാനുള്ള ആ കാര്യശേഷി പിതാവായ ദൈവത്തിനുണ്ട് എന്നാണ് പുത്രൻ തമ്പുരാൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വ്യക്തിപരമായി അറിയുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലൊക്കെ പിതാക്കന്മാരായവർക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ആവശ്യമുള്ളതൊക്കെ നാം അവർക്ക് കൊടുക്കുന്നുണ്ട്. അറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ചുള്ള വാസത്തിൽ കുഞ്ഞുങ്ങളെ നമ്മൾ അറിയുമ്പോൾ അവരുടെ ആവശ്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞ് നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ, നമ്മുടെ അറിവ് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളത് അല്ലെ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ളത് 100% നാം അറിയാം
എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മാനുഷികമായ പരിമിതികൾ കൊണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടല്ലോ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ സ്വർഗീയ പിതാവിന് അങ്ങനെയല്ല. അവിടുന്ന് സർവജ്ഞാനിയാകുന്നു. അവിടുന്ന് നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ അറിയുന്ന, ദൂരത്ത് നമ്മുടെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന, ഉള്ളത്തിലുണ്ടാകുന്ന ഏതൊരു ചെറിയ ആകുലതയെക്കുറിച്ച്, അതൊരു പക്ഷേ നമ്മുടെ രോഗമാകാം, ദുഃഖമാകാം, പ്രയാസമാകാം, നാളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നുള്ള ആകുല ചിന്തയാകാം, പക്ഷേ അതൊക്കെയും ദൂരമേ നിന്നറിയുന്ന ഒരു സ്വർഗത്തിലെ പിതാവാണ് നമുക്കുള്ളത് എന്ന് നാം മറന്നു പോകരുത്. അത് നമ്മുടെ ആകുലതകളിൽ നമ്മെ വളരെ സഹായിക്കുകയും നമ്മെ അധികം ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണെന്ന് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വ്യക്തിപരമായി കർത്താവ് നമ്മളെ അറിയുന്നു എന്നുള്ളതാണ്, കർത്താവ് നമ്മെ കരുതുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരനുഭവം. ആ പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായ അറിവ്, അവിടുന്ന് നമ്മുടെ ഇടയനായതുകൊണ്ടാണ് നമ്മെ നന്നായി അറിയുന്നു. അല്ലെങ്കിൽ അതുപോലെ ആ ഇടയനെ നന്നായി അറിയാനുള്ള പ്രൊവിഷനും ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം ദൂരസ്ഥനായ ദൈവമല്ല, നമ്മുടെ ദൈവം സമീപസ്ഥനായ ദൈവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എങ്ങനെ സമീപസ്ഥനായിരിക്കുന്നു? കർത്താവ് പറഞ്ഞു, ഞാൻ കുറഞ്ഞോന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും നിങ്ങൾ എന്നെ കാണും. പക്ഷെ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ കരുതലിൻ്റെ ഏറ്റവും മാർമികമായ ഒരു വശമാണ് ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവ്. അത് അവിടുത്തെ വാഗ്ദത്തമായിരുന്നു. ആ പരിശുദ്ധാത്മാവിലൂടെയാണ് നാം കർത്താവിനെ അറിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു വാഗ്ദത്തം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനല്ലാതെ മറ്റാർക്കും തരുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. നമ്മുടെ പരിമിതിക്കപ്പുറത്ത് നമ്മെ അറിയുവാൻ നമ്മെ അറിയുവാൻ കഴിയുന്ന ഒരു കർത്താവ്. അതുപോലെ കർത്താവിനെ നമുക്ക് നമ്മുടെ പരിമിതിക്കപ്പുറത്ത് അറിയുവാൻ, അവിടുത്തെ കരുതലിനെ അറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ പരിശുദ്ധാത്മാവിലൂടെയാണ് കർത്താവ് നമുക്ക് എത്രത്തോളം സമീപസ്ഥനാണെന്നും നമ്മുടെ മനോവിചാരങ്ങളെ അറിയുന്നവനാണെന്നും നമ്മുടെ ആകുലതകളെ നീക്കി നമുക്ക് വേണ്ടി കരുതുവാനും നമ്മളെ സൂക്ഷിക്കുവാനും 55-ാം സങ്കീർത്തനത്തിലെ ആ വാക്യത്തിൻ്റെ ആ ഭാഗം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. അവൻ നിങ്ങളെ പുലർത്തും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ A-Z റിക്വയർമെൻറ്റും ഹല്ലേലൂയ ഈ കർത്താവ് നമുക്ക് നൽകി നമ്മളെ നടത്തുവാൻ ശക്തനാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ കരുതൽ അത് വളരെ പേഴ്സണലാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ അനേക കാര്യങ്ങളിലൂടെ കരുതുന്നുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ കമ്പാഷൻ, അവിടുത്തെ ഹീലിംഗ്, കർത്താവിൻ്റെ അഗാധമായ സ്നേഹം, അവിടുത്തെ ഹല്ലേലൂയ രോഗം സൗഖ്യമാക്കുവാൻ ഹല്ലേലൂയ കഴിയുന്ന കർത്താവിൻ്റെ ശക്തി, ആ മനസ്സലിവിലൂടെയുള്ള ഹല്ലേലൂയ രോഗത്തിൻ്റെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം സൗഖ്യമാക്കൽ, ദൈവത്തിന് സ്തോത്രം, അത് കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് ഹല്ലേലൂയ തൻ്റെ ശുശ്രൂഷയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ഹല്ലേലൂയ തോണിയിൽ വന്ന് കപ്പലിൽ വന്ന് ഇറങ്ങി ആ ഒരു വലിയ സമൂഹത്തെ കണ്ടപ്പോൾ ആ സമൂഹത്തോട് അവിടത്തേക്ക് മനസ്സലിവുണ്ടായിട്ട് ഹല്ലേലൂയ അവരിലെ രോഗികളെ സൗഖ്യമാക്കി എന്ന് 14-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശാരീരികമായ ഹല്ലേലൂയ, നമ്മുടെ മാനസികമായ, നമ്മുടെ ഇമോഷണലായിട്ടുള്ള എല്ലാ ഹല്ലേലൂയ സിക്നെസ്സും ഹീൽ ചെയ്യുവാൻ യേശു കർത്താവ് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അനേക രോഗികൾക്ക് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നമുക്ക് സമീപസ്ഥനാണ്. ഹല്ലേലൂയ, അവൻ നമ്മെ നന്നായി അറിയുന്നവനാണ്. നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗത്തിൻ്റെ ബന്ധനം എന്തായാലും ഹല്ലേലൂയ അത് ഹല്ലേലൂയ ഏത് നിലവാരത്തിലുള്ളതായാലും മാരകമായാലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഹല്ലേലൂയ മെഡിക്കൽ സയൻസ് ഇനി ഹല്ലേലൂയ നോ ഹോപ്പ് എന്ന് പറഞ്ഞാലും നമ്മുടെ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ, അവൻ സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, അവിടുത്തെ അനുകമ്പ,
അവിടുത്തെ സൗഖ്യം. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് അടിപ്പിണരാലാണല്ലോ നമുക്ക് സൗഖ്യം നൽകിയത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ആ ഒരു ഹല്ലേലൂയ കരുതൽ നാം മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അത് പൊതുവേ നമ്മുടെ വേദികളിലൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ല. കർത്താവ് നമ്മളെ കരുതുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു, കർത്താവ് നമ്മെ വഴി നടത്തുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മുമ്പിൽ എഴുതപ്പെട്ട തിരുവചനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എങ്ങനെ കാര്യങ്ങളെ കണ്ടുവെന്നും കർത്താവ് എങ്ങനെ ദൈവ തിരുവചനം പഠിപ്പിച്ചുവെന്നും ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ എങ്ങനെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നും ഒക്കെ നാം തിരുവചനത്തിലൂടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രസംഗങ്ങളൊക്കെ അങ്ങനെ തന്നെ അതേ നിലവാരത്തിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ നാം സമയം കണ്ടെത്തണം. ദൈവത്തിന് സ്തോത്രം. അതിലൂടെ നമ്മെ ഗൈഡ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ ഈ വചനം നമുക്ക് പ്രയോജനമായി തീരുകയും നമ്മുടെ സിയോൻ യാത്രയിൽ നമ്മെ ഹല്ലേലൂയ ഏറ്റവും മച്ചുറായ ക്രിസ്ത്യൻസ് ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ഉദ്ദേശം കർത്താവിനുണ്ട് എന്നുള്ളതും നാം മറന്നു പോകരുത്. അങ്ങനെ കർത്താവിൻ്റെ കരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവ് നമ്മെ വഴി നടത്തുന്നു. നീതിയുടെ പാതകളിൽ അവൻ എന്നെ നടത്തുന്നു. സങ്കീർത്തനം 23 ഇങ്ങനെയല്ലേ പറഞ്ഞത്? നീതിയുടെ പാതകളിൽ അവൻ എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ന്യായം, അത് നമ്മൾ പഠിക്കുന്ന ദൈവ തിരുവചനത്തിലൂടെയാണ്. ആ ഒരു ശിക്ഷണം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അങ്ങനെ നമ്മളെ പഠിപ്പിച്ചാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ഒരു പ്രോമിസ് വേഴ്സാണ്. സത്യത്തിൽ എൻ്റെ വ്യക്തിപരമായ ധ്യാനത്തിലൊക്കെ ഞാൻ ആ വാക്യം വളരെ ധ്യാനിക്കാറുണ്ട്. അത് ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിലാണ്. നാം എല്ലാവരും കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ അവിടുത്തെ ശിഷ്യന്മാരായി കർത്താവ് നമുക്ക് നൽകുന്ന ശിക്ഷണം ഏറ്റുവാങ്ങിക്കൊണ്ട് അവനോട് പഠിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ലൂക്കോസ് 6:40 ഇങ്ങനെയാണ് പറയുന്നത്, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആയിത്തീരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മുൻ നിയമനം, പിതാവായ ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരുന്നതും കർത്താവിനോടൊപ്പം ഹല്ലേലൂയ യുഗായുഗങ്ങൾ നിത്യതയിൽ വാഴുന്നതും കർത്താവിൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി തീരുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് നിത്യജീവന്റെ വചനം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആ ദൈവത്തിന്റെ വാഗ്ദത്തം ശ്രദ്ധിക്കുക. അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആയിത്തീരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന വഴികളിലൂടെ കർത്താവിൻ്റെ മനസ്സുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതുപോലെ നാം ഈ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിലും നമുക്കതിനെ നേരിടുവാൻ കഴിയുന്നത് കർത്താവിൻ്റെ മനസ്സുണ്ടാകുന്നത് കൊണ്ടാണ്. അങ്ങനെ കർത്താവിൻ്റെ മനസ്സുണ്ടായി തീരുവാൻ നമ്മൾ കർത്താവിൻ്റെ ശിഷ്യത്വം പ്രാപിക്കുക തന്നെ വേണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ശിഷ്യത്വം പ്രാപിച്ചെങ്കിലേ നമുക്ക് കർത്താവിൻ്റെ നിന്ന ചുമക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ്. ഹല്ലേലൂയ. അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. അതാണ് അവിടുത്തെ കളരി, അതാണ് അവിടുത്തെ ഹല്ലേലൂയ ദൈവത്തിന് പാഠശാല. ദൈവത്തിന് സ്തോത്രം. അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആയിത്തീരും. അങ്ങനെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ കെയർ ചെയ്യുന്ന കർത്താവ്, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കുന്ന കർത്താവ്, അത് ഒരു കരുതലാണ്, വിശേഷപ്പെട്ട കരുതലാണ്. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ ഹല്ലേലൂയ ഏറ്റവും ത്യാഗോജ്വലമായ സ്നേഹം, അതൊരു കരുതലാണ്. ആ ത്യാഗോജ്വലമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനമായിരുന്നു കുരിശിൽ. ദൈവത്തിന് സ്തോത്രം. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുയേശു നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രകടമാക്കുന്നു. ആ സാക്രിഫിഷ്യൽ ലവ് കർത്താവിൻ്റെ നമുക്കായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് നമ്മളെ കരുതുന്നതാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. നമുക്കുള്ള ഏറ്റവും വലിയ വൈരി ഹല്ലേലൂയ ദുഷ്ട പിശാചാകുന്നു. അവൻ എപ്പോഴും നമ്മളെ കുറ്റം ചുമത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദി എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വാക്യം. ഹല്ലേലൂയ. നീതീകരിക്കുന്നവൻ ദൈവം. ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കെതിരെയുള്ള സകല കുറ്റപ്പെടുത്തലുകളും
ഹല്ലേലൂയ പിശാച് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഉദ്ധരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവന് കുറ്റം പറയുവാനായിട്ട് ഒന്നുമില്ല. കർത്താവ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറ്റപത്രമൊക്കെ വാങ്ങി ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ ബ്ലോട്ട് ഔട്ട് ചെയ്തു. അതിനെ എന്താ പറയുന്നത്, അതിലെ എഴുത്തെല്ലാം മായ്ച്ചു കളഞ്ഞു എന്നാണ് നാം തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കുറ്റം വിധിക്കുവാൻ കഴിയാതെ പിശാച് ലജ്ജിച്ച് തല താഴ്ത്തുന്ന വിധത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന കർത്താവ്, ആ മധ്യസ്ഥതയിലൂടെ കർത്താവ് നമ്മളെ എത്രത്തോളം കരുതുന്നു എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നു. അടുത്തതാണ് ഹല്ലേലൂയ നമ്മുടെ പരീക്ഷകളിൽ നമ്മളെ സഹായിക്കുന്ന കർത്താവിൻ്റെ കരുതൽ. നമുക്കെല്ലാം പരീക്ഷകളുണ്ട്. അത് രോഗമാകാം, സങ്കടമാകാം, ദുഃഖമാകാം, കടഭാരമാകാം. അങ്ങനെ ജീവിതത്തിൽ നാനാ തുറകളിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പരീക്ഷകളും, എല്ലാ ട്രയൽസും, അതിന്മീതെയും ജയം നേടുവാൻ കർത്താവിൻ്റെ കരുതൽ നമുക്ക് വേണ്ടി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ ദൈവം അനുവദിക്കുകയില്ല. ദൈവം വിശ്വസ്തൻ. ആ പരീക്ഷയോടുകൂടെ ദൈവം പോക്കുവഴിയും നൽകി തരും. ദൈവത്തിന് സ്തോത്രം. അത് ഏത് പ്രതിസന്ധിയുമാകട്ടെ, ഏത് രോഗവുമാകട്ടെ, ഏത് പ്രതികൂലവുമാകട്ടെ, അതിന്മീതെയൊക്കെയും ജയം നേടുവാനുള്ള പോക്കുവഴി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് ദൈവം നമുക്ക് പരീക്ഷ അനുവദിക്കുന്നത്. പരീക്ഷ എന്തിനാണ്? ഹല്ലേലൂയ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന തികഞ്ഞ സാക്ഷ്യം ദൈവത്തിന് നമ്മോട് പ്രസ്താവിക്കുവാൻ വേണ്ടിയാണ്. പിന്നൊന്ന്, പരീക്ഷകളിലൂടെയാണ് നാം ദൈവം ആഗ്രഹിക്കുന്ന സഹിഷ്ണുത എന്ന ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ആ സ്വഭാവം നാം വളർത്തിയെടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ലോകമോഹങ്ങളൊക്കെ വിട്ടോടി ഹല്ലേലൂയ നീതി പിന്തുടരുക, സ്നേഹം പിന്തുടരുക, വിശ്വാസം പിന്തുടരുക, സഹിഷ്ണുത പിന്തുടരുക എന്നൊക്കെ തിമോത്തിയോസിനെ പൗലോസ് ഓർമ്മിപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവതിരുസന്നിധിയിൽ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാൻ ഈ രാത്രി കർത്താവായ ദൈവം നമ്മളെ സഹായിച്ചുവല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ഈ രാത്രി ഇങ്ങനെ ഒരു നല്ല അവസരം നമുക്ക് കർത്താവ് ഒരുക്കി തന്നല്ലോ. ദൈവ തിരുവചനത്തിൻ്റെ ചിന്തയുമായി പിന്നെയും ദൈവപാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ അറിയുന്ന, ദൂരത്ത് നിന്ന് അറിയുന്ന, വ്യക്തിപരമായി അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങളിൽ തുണ നിൽക്കുകയും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നേക്കും അനന്യനായ നല്ല കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ പ്രാർത്ഥനാ ധ്വനിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയേൽ തൻ്റെ പ്രവർത്തനം എല്ലാം ഹല്ലേലൂയ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. തന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഈ വേലയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വരുന്നാളുകളിൽ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.